ഇംഗ്ലണ്ടിനെതിരെ T20 ശൈലിയിൽ ബാറ്റ് വീശിയ രോഹിത് ശർമ്മ തന്റെ വിന്റേജ് ഓർമ്മകളെയാണ് ആരാധകർക്ക് തിരിച്ചു നൽകിയിരിക്കുന്നത്. ഹിറ്റ്മാൻ എന്ന ആരാധകർ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. ഫോമിലായി കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയായ ഇന്ത്യൻ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ അത് രോഹിത് ശർമ്മ തന്നെയാണ്. ഇന്നലെ പലരും ഒരു ഡബിൾ സെഞ്ചുറി ഒക്കെ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചു. എനിക്ക് തോന്നുന്നു മറ്റൊരു താരവും ഒരു 50-100 കടന്നു കഴിഞ്ഞാൽ ഒരു ഫാൻസും ഒരു ഡബിൾ സെഞ്ചുറി എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷേ രോഹിത് ശർമ്മയുടെ കേസിൽ അങ്ങനെയല്ല. ഇന്നലെ അദ്ദേഹം ഒരു 10-20 റൺസ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഒരു സെഞ്ചുറി എല്ലാവരും എക്സ്പെക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു സെഞ്ചുറി അദ്ദേഹം അടിച്ചു. ഇപ്പോൾ വിരാട് കോഹ്ലിയെ പോലെ തന്നെ ഭയങ്കരമായിട്ട് വിമർശനങ്ങളിലൂടെ രോഹിത് ശർമ്മയും കടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിരമിക്കലിനെ പറ്റി പല ആളുകളും പല റിപ്പോർട്ടേഴ്സും അങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം വരെ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം നടന്നായിരുന്നു. തന്റെ വ്യക്തിഗത സ്കോർ നോക്കാതെ ടീമിന്റെ സ്കോറിന് വേണ്ടി മാത്രം കളിച്ച് ഒരുപക്ഷെ 95-ലും 96-ലും നിൽക്കുമ്പോൾ 6 അടിച്ച് സെഞ്ചുറിയിൽ എത്തുക എന്ന് പറയുന്നത് ബാക്കി പ്ലേയേഴ്സിനൊന്നും ചിലപ്പോൾ നമ്മളതിനെ കണ്ടു കാണില്ല. പക്ഷേ രോഹിത് ശർമ്മയുടെ കേസിൽ നമുക്ക് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ആ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളും തന്നെയാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറ്റുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ശൈലി തന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിലും തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും.